ദ മിറക്കിൾ മോർണിംഗിന്റെ ഓഥറായ ഹാൽ എൽറോത്ത് എത്ര മണിക്കൂർ ഉറങ്ങണം എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അത് ഓരോ വ്യക്തിയെയും ആശ്രയിച്ചിരിക്കും. ചില വ്യക്തികൾക്ക് അത് കുറച്ചു മതിയെങ്കിൽ മറ്റു ചിലർക്ക് കൂടുതൽ സമയം വേണ്ടിവരും. അദ്ദേഹം ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മൾ എത്ര ലേറ്റായി കിടന്നാലും നമ്മൾ എക്സൈറ്റഡ് ആയ ഒരു ദിവസം രാവിലെ ഉണരുന്നത് വളരെ ഉത്സാഹത്തോടെ ആയിരിക്കുമെന്നാണ്. ഉദാഹരണമായി ഒരു ട്രിപ്പ് പോകുന്ന ദിവസം. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം ഒരു എക്സ്പെരിമെന്റ് സ്വയം നടത്തി. അദ്ദേഹം കുറച്ച് ദിവസങ്ങൾ 4, 5, 6 മണിക്കൂറുകൾ രാത്രി ഉറങ്ങുകയും കിടക്കാൻ പോകുന്നതിന് മുൻപ് ഈ ഒരു സമയം അല്ലെങ്കിൽ ഇത്ര മണിക്കൂറുകൾ എന്നെ പെർഫെക്റ്റ് സ്ലീപ്പിനായി സഹായിക്കുന്നതാണെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് കിടക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ പറഞ്ഞു കിടക്കുന്നതിന്റെ അടുത്ത ദിവസം രാവിലെ ഉണരുമ്പോൾ വളരെ ഉത്സാഹത്തോടെ ഉണരുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. എന്നാൽ 7, 8, 9 മണിക്കൂറുകൾ ഉറങ്ങാൻ തീരുമാനിച്ച ദിവസങ്ങളിൽ ഇത്ര മണിക്കൂറുകൾ എനിക്ക് ഉറങ്ങാൻ തികയുകയില്ല എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് കിടന്നപ്പോൾ രാവിലെ ഉണരുന്നത് വളരെ പ്രയാസകരമായി തോന്നിയെന്നും അദ്ദേഹം മനസ്സിലാക്കി. ഇതിൽ നിന്നും എൽറോത്ത് കൺക്ലൂഡ് ചെയ്തത്, ശരിയായ അളവിലുള്ള ഉറക്കം എന്നത് നമ്മൾ നമ്മളോട് തന്നെ എന്ത് പറയുന്നു, എനിക്കെത്ര ഉറക്കം വേണമെന്ന് സ്വയം കൺവിൻസ് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഉള്ളതെന്നാണ്. ഇതല്പം കോൺട്രവേഴ്ഷ്യലായി തോന്നിയാലും ഇത് നമ്മുടെ ബെനിഫിറ്റിനായി ചിലപ്പോഴെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണമായി, ചില ദിവസങ്ങളിൽ ലേറ്റായി കിടക്കേണ്ട സാഹചര്യങ്ങൾ വന്നാൽ എനിക്ക് കുറച്ചു മണിക്കൂറുകളേ ഉള്ളൂ, ആവശ്യത്തിന് ഉറക്കം കിട്ടുകയില്ലല്ലോ എന്ന് പറയുന്നതിന് പകരം ഇത്ര മണിക്കൂറുകൾ എനിക്ക് ഇനഫാണ്, ഐ വിൽ ഗെറ്റ് ദി റിക്വയർഡ് സ്ലീപ്പ് എന്ന് പറഞ്ഞു കിടക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അതുപോലെ എപ്പോൾ കിടക്കാൻ പോകുമ്പോഴും ഞാൻ രാവിലെ വളരെ ഉത്സാഹത്തോടെ ഉണർവോടെ എഴുന്നേൽക്കും, ഐ ആം ഗെറ്റിംഗ് റൈറ്റ് എമൗണ്ട് ഓഫ് സ്ലീപ്പ് എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് കിടക്കാൻ ശ്രമിക്കുന്നതും വളരെ സഹായകരമായിരിക്കും.